ഒന്ന്, സമഗ്രതയിൽ നിന്ന് പൂവിടുന്ന സംയമനവും സ്വസ്ഥതയുമാണ് സമാധാനം. 2, അതുകൊണ്ടാണ് തോണി ഉലയുമ്പോൾ ക്രിസ്തുവിന് നേച്ചറുമായിട്ടൊരു വിഷമവും ഇല്ല. ദർഫോർ ഈശോക്ക് അറിയാം നേച്ചർ ഈസ് നോട്ട് ഗോയിങ് ടു ഹാം ഹിം. ഓക്കെ, അതുകൊണ്ടാണ് തോണി ഉലയുമ്പോൾ ക്രിസ്തു ഒരു തൊട്ടിൽ എന്നതുപോലെ ശാന്തമായി ഉറങ്ങുകയും ശിഷ്യന്മാർ പരിഭ്രാന്തരാവുകയും ചെയ്യുക. 3, കാറ്റും കോളും ആർക്കും ഒഴിവാക്കാനാവില്ല. ആ കാറ്റിലും കോളിലും നിനക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ എന്നതാണ് മാനദണ്ഡം. 5, 4 രംഗങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഒലിമരത്തോട്ടമെടുക്കുക. ക്രിസ്തു തന്റെ വിധിയെ എന്തുമാത്രം സംയമനത്തോടുകൂടിയാണ് നേരിടുക. ആ പാഷൻ വായിക്കുന്നതല്ല, എന്ത് സോളമായിട്ടാണ്. ആ സംയമനത്തിന് മുമ്പിൽ നിരായുധരായി അവർ മോഹാലസ്യപ്പെടുന്നു. 5, ക്രിസ്തു പുലർത്തിയ സംയമനം പുലർത്തുവാൻ ശിഷ്യന്മാർക്കാവുന്നില്ല. അവർ പരിഭ്രാന്തരാവുന്നു. പരിഭ്രാന്തിയിൽ പത്രോസ് ആദർശങ്ങൾ പോലും മറന്നുപോകുന്നു. 6, ഈ സമാധാനം വാക്കുകളുടെ പോലും പിൻബലമില്ലാതെ കൈമാറാവുന്നതാണ്. കൺക്ലൂഡ്. സമാധാന പാലകർ അനുഗ്രഹീതർ. അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അഷ്ടഭാഗ്യങ്ങള്. അതിന്റെ അർത്ഥം സമാധാനം നിരക്കാത്തതൊക്കെ ദൈവവിരുദ്ധമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് കരുതപ്പെടുന്ന അമേരിക്കയാണെന്ത് ഏറ്റവും വലിയ ദൈവവിരുദ്ധമായ കാര്യങ്ങൾ ഏർപ്പെടുന്നത്. കാരണം ലോകത്ത് മുഴുവൻ ആയുധങ്ങൾ വിൽക്കുന്നവരാണ്. നെക്സ്റ്റ് 12, പ്രാവിന്റേതുപോലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നൈർമല്യം. എന്തിനും ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ടേ. ഈ ഗോസ്പൽ ലിവിങ്ങിന് ഒരൊറ്റ ക്യാപിറ്റലുള്ളൂ. എന്താണ്? യുവർ പേഴ്സണൽ ഹോളിനെസ്. ഓക്കെ, ഞാനത് സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് അത് പ്രധാനമല്ലാത്തൊരു ആശയമാണെന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അത്. യുവർ ഹോളിനെസ് ഈസ് യുവർ ക്യാപിറ്റൽ. ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിന്റെ നൈർമല്യമാണ് അവരുടെ സുവിശേഷ ജീവിതത്തിന്റെ ഏക മൂലധനം. ഓക്കെ. 2, യുവർ ഹോളിനെസ് ഈസ് യുവർ ക്യാപിറ്റൽ. സുവിശേഷ ജീവിതത്തിന്റെ ഏക ഇന്ധനവും മൂലധനവും സ്വകാര്യ ജീവിതത്തിന്റെ നൈർമല്യമാണ്. 3, ഒരാളുടെ ലോഹം നിർണയിക്കപ്പെടുന്നത് ഒരാളുടെ ലോഹം നിർണയിക്കപ്പെടുന്നത് 3 കാര്യങ്ങളിൽ നിന്ന് അയാൾ സൂക്ഷിക്കുന്ന അകലം കൊണ്ടാണ്. എ, പ്ലഷർ, സുഖം. എന്നിട്ട് ബി, ധനം. സി, അധികാരം. നമ്മുടെ വ്രതങ്ങൾ തന്നെയാട്ടെ ഇത് 3. ഈ 3 കാര്യങ്ങളോട് ഒരാൾ പുലർത്തുന്ന വിശ്വസ്തയാണ് എന്ത്? നമ്മുടെ വ്രതങ്ങൾ. എല്ലാവരും വിളിക്കുന്ന വാക്കെന്താണ്? എവാഞ്ചലിക്കൽ വൗസ്. ഓക്കെ, ഇതിനോട് പുറത്ത് ഇടതയാണ്. ഓക്കെ, ഈ 3 അകലങ്ങളും ക്രിസ്തുവിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഗണികകളും ചുങ്കക്കാരും റിബലുകളും ഒക്കെ നമ്മൾ എഴുതിയ നേരത്തെ കേട്ടാ. ഈ 3 അകലങ്ങളും ക്രിസ്തു ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. 4, ഈ 3 ഘടകങ്ങളോട് ഒരാൾ പുലർത്തുന്ന അകലവും നിർമ്മമതയുമാണ് സുവിശേഷ വ്രതങ്ങൾ. ദാരിദ്ര്യം, ധനത്തോടുള്ള അകലം, ബ്രഹ്മചര്യം, സുഖത്തോടുള്ള അകലം, ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഒടുവിലായിട്ട് അധികാരം എന്നുള്ള അകലമാണ്. അനുസരണം, അധികാരത്തോടുള്ള അകലം. ഓക്കെ, 3 എന്തായിരിക്കുന്ന സുവിശേഷ വ്രതങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ വ്രതങ്ങൾ. ഓക്കെ, അത് കൺക്ലൂഡ് ചെയ്യാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഫൈനലായിട്ട്. ഇതുകൊണ്ടായിരിക്കണം തന്നെ വിധിച്ച അധികാരിയോട് ക്രിസ്തു ഇപ്രകാരം ചോദിച്ചു, ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാനാവും? ഓക്കെ, കുറച്ചുകൂടി ഒരു റീഡിങ്ങിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുള്ള ഒരു എലാബറേറ്റ് കണ്ടുള്ള പോർഷൻ ഉണ്ട്. താഴ്വര എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പേഴ്സണൽ ഹോളിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കൺക്ലൂഡ്. 13, സർപ്പത്തിന്റെ വിവേകം. ഈശോ അവസാനിപ്പിക്കാം. നമുക്ക് കൂടെ കൺക്ലൂഡ് ചെയ്യാം. 1, നിർമ്മലരായ മനുഷ്യർ വളരെ വേഗത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം.
വളരെ വേഗത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം. 2, അതുകൊണ്ടാണ് നൈർമല്യത്തോടൊപ്പം വിവേകം സപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടത്. നൈർമല്യത്തോടൊപ്പം വിവേകം സപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടത്. 3, സർപ്പം പുലർത്തുന്ന വിവേകം 2 തരത്തിലാണ്. സർപ്പം പുലർത്തുന്ന വിവേകം 2 തരത്തിലാണ്. അലേർട്ട്നെസ്. ഏതുറക്കത്തിലും സൂക്ഷിക്കുന്ന ജാഗ്രത. ആട് 1000 ശബ്ദങ്ങൾക്കിടയിൽ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ ഹൈഫൺ. ഈ ജാഗ്രത കൈവിട്ടു പോയാൽ ശത്രു വന്ന ഈശ്വരന്റെ ഉപമയാണ്. ശത്രു വന്ന കള വിതയ്ക്കും. ബി, ഒപ്പം പിൻവാങ്ങൽ വിശ്വസിക്കുന്ന ജീവിയാണ് സർപ്പം. ചില നേരങ്ങളിൽ പിൻവാങ്ങുന്നതാണ് ശരി. ആത്മാവിൽ ആരംഭിച്ചവ ശരീരത്തിന്റെ സൂചനകൾ കാട്ടിത്തുടങ്ങുമ്പോൾ ചില സാഹചര്യങ്ങൾ വിപൽക്കരമാണ് തിരിച്ചറിയുമ്പോൾ പ്രതിരോധിക്കുന്നതിനേക്കാൾ നല്ലത് പിൻവാങ്ങുക എന്നതാണ് പാഠം. സ്വന്തം ധാർമ്മികതയിൽ അമിത ബലം വേണ്ട. ഞാൻ ആശിക്കുന്ന നന്മയല്ല, ആശിക്കുന്ന തിന്മയിലേക്ക് വഴുതിപ്പോകുന്നുവെന്ന് പൗലോസിനെ കണക്കൊരാൾ സങ്കടപ്പെട്ട ഭൂമിയാണിത്.